അങ്ങനെ ഞാൻ പറയട്ടെ, ഇതിനകത്ത് എല്ലാവരുടെയും കോൺട്രിബ്യൂഷനുണ്ട്. ശ്രീ കെ കരുണാകരന്റെ കോൺട്രിബ്യൂഷനുണ്ട്, ശ്രീ എം വി രാഘവന്റെ കോൺട്രിബ്യൂഷനുണ്ട്, പി എസ് അച്യുതാനന്ദനും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. UDF സർക്കാർ ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. ആ സമയത്താണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തത്. പക്ഷേ ഇത് എല്ലാവരുടെയും കൂടെ കോൺട്രിബ്യൂഷനുള്ള പദ്ധതിയാണ്. ഈ ഗവൺമെന്റിനുള്ള കോൺട്രിബ്യൂഷൻ മറക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ്, ചെറുതല്ലാത്ത കോൺട്രിബ്യൂഷൻ ഉണ്ട്. കാരണം അത് പൂർത്തീകരിച്ചു, നടപ്പാക്കി, അത് വലിയൊരു കോൺട്രിബ്യൂഷനാണ്. സാധാരണമായ ഒരു എന്താ പറയുക ഐഡിയോളജിക്കൽ സ്റ്റാൻഡിൽ നിന്ന് മാറി അത് നടപ്പാക്കി എന്നുള്ളത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമായിട്ട് തന്നെ കാണണം, അതിനെ കുറച്ച് കാണാൻ പാടില്ല. അപ്പോൾ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ അവിടെ കോൺട്രിബ്യൂഷൻ ഉള്ളപ്പോൾ ആരെങ്കിലും കോൺട്രിബ്യൂഷൻ മായ്ച്ചു കളയാൻ ശ്രമിച്ചാൽ, അതിനെ ചരിത്ര നിഷേധം നടത്തി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്നു, കുറെ ജില്ലയ്ക്ക് പുറത്തുള്ള മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നു. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടില്ല? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാഡോ ചീഫ് മിനിസ്റ്റർ ആണ്. ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റത്തിൽ പ്രൈം മിനിസ്റ്ററിന്റെ ഷാഡോ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് അവിടുത്തെ ഓപ്പോസിഷൻ ലീഡർ വരുന്നത്. അതുപോലെ തന്നെ ഷാഡോ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഷാഡോ ചീഫ് മിനിസ്റ്റർ ആണ്. അദ്ദേഹത്തിനുള്ള പ്രാധാന്യം കുറച്ച് കാണിക്കുന്നത് എങ്ങനെ CPM സാധിക്കുക, LDF സാധിക്കുക? അപ്പോൾ അദ്ദേഹത്തെ വിളിക്കാത്തതിലൂടെ ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം വന്ന് യാഥാർത്ഥ്യം കുറച്ച് പറയും, ചില സത്യങ്ങൾ പറയും. ആ സത്യം എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാകും, റെക്കോർഡിക്കലാവും. അപ്പൊ ചരിത്ര നിഷേധം ഉണ്ടാവണം, അല്ലെങ്കിൽ ചരിത്രത്തെ തിരുത്തണം, അല്ലെ മായ്ക്കണം. ഇത് പണ്ട് മെട്രോയുടെ കാലത്തും ഇതേ കാര്യം നടന്നയാ. മെട്രോയുടെ ഉദ്ഘാടനത്തിനും ഇതേ സമീപനമായിരുന്നു ഈ ഗവൺമെന്റ് എടുത്തത്. എന്താണ്, അന്ന് UDF സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ മറയ്ക്കുവാൻ വേണ്ടി സർക്കാർ വന്ന് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നടന്ന ഉദ്ഘാടനത്തിൽ ആരെയും വിളിച്ചില്ല പ്രതിപക്ഷത്തിൽ നിന്ന്. അങ്ങനെയുള്ള അതേ സമീപനമാണ് ഇന്നും തുടരുന്നത്. തുടർച്ചയായി തിരിച്ചടികൾ ലഭിച്ചിട്ടും സർക്കാർ പാഠം പഠിക്കുന്നില്ല, തെറ്റ് തിരുത്തുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണിത്. BJP സർക്കാർ എന്ത് ഡൽഹിയിൽ കാണിക്കുന്നു അത് തന്നെയാണ് കേരള സർക്കാർ കാണിക്കുന്നത്. പ്രതിപക്ഷത്തെ മാറ്റി നിർത്തുക. പ്രതിപക്ഷവും ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പ്രതിപക്ഷം ഉണ്ടെങ്കിലേ ജനാധിപത്യം പൂർത്തിയാവത്തുള്ളൂ. അത് അന്ന് കടൽ കൊള്ള എന്ന് പറഞ്ഞു. ഈ സർക്കാർ വന്നിട്ട് ഒരു കമ്മീഷൻ വെച്ചല്ലോ. ആ കമ്മീഷൻ എന്താ കണ്ടുപിടിച്ചത്? ഇന്നലെ ഞാനൊരു ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞു അതിനകത്ത് എന്തോ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? എന്തുകൊണ്ടാണ് അന്ന് അന്വേഷിക്കാതിരുന്നത്? അപ്പൊ വ്യക്തമാണ്, ഒരു തെറ്റുമില്ല. ഈ കമ്മീഷന്റെ റിപ്പോർട്ട് വെച്ചാൽ ഞങ്ങൾക്ക് ഗുണം ചെയ്യത്തില്ല, ദോഷം ഉണ്ടാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഒന്നും ചെയ്യാതിരുന്നത്. ആ കമ്മീഷൻ തന്നെ 6 മാസം റിപ്പോർട്ട് റിപ്പോർട്ട് വെച്ചതിന് ശേഷം 6 മാസം കഴിഞ്ഞാണ് അത് UDFന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് നിയമസഭയിൽ വെച്ചത്. അപ്പോൾ ഒരു അഴിമതി ആരോപണവും തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരും. അത് അവരുടെ എത്രയോ വർഷമായിട്ടുള്ള പ്രവർത്തന ശൈലിയാണ്. ഞാൻ ചോദിക്കട്ടെ, കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, ഈ വിഴിഞ്ഞം സീപോർട്ട്, ഇത് UDF സർക്കാരിന്റെ വളരെ താല്പര്യപൂർവ്വം ചെയ്ത പരിപാടികളാണ്. എന്തുകൊണ്ട് അതിനകത്തേക്ക് അവരെയും കൂടി ഇൻവോൾവ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് UDFന്റെ നേതാക്കളെ കൂടി ഇൻവോൾവ് ചെയ്യുന്നില്ല? ചെയ്യണം, സ്വാഭാവികമായിട്ടും. പോട്ടെ, ഇപ്പൊ നിങ്ങൾ പറയുകയാണ് വിഴിഞ്ഞം ഞങ്ങളുടെ മാത്രമാണ്, UDF സർക്കാർ തറക്കല്ലിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്തും കോഴിക്കോടും 2 മെട്രോകൾക്ക് തറക്കല്ലിട്ടിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ മാറിയത്. ആ മെട്രോയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു ബോർഡ് പോലും വെച്ചിട്ടുണ്ടോ? കൊച്ചി മെട്രോ തീർത്തെന്ന് പറയുന്നവർ, വിഴിഞ്ഞം പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുന്നവർ, കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവന്നവർ, ഇതെല്ലാം UDF തറക്കല്ലിട്ട് മാത്രമല്ലേ ഉള്ളൂ. അത് പക്ഷേ പൂർത്തിയായി. ഇതെന്താ പൂർത്തിയാവാത്തെ? കാരണം ബാക്കി എല്ലാ സമയവും LDFന്റെ കയ്യിലാണോ? LDFന്റെ കയ്യിൽ കടിഞ്ഞാണ് വന്നപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. UDF ചെയ്തതിന്റെ തുടർച്ച ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല, ഞാൻ അങ്ങനെ ആവശ്യം പറയില്ല. ജനങ്ങളുടെ മനസ്സിൽ ഈ വിഴിഞ്ഞം പോർട്ട് ആരുടെ പേരിലാണെന്ന് ജനങ്ങളുടെ മനസ്സിൽ എഴുതി കഴിഞ്ഞിരിക്കുന്നു. അത് പേരിട്ടാലും ഇല്ലേലും ജനമനസ്സിൽ വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടേതാണ്. അതുകൊണ്ട് പ്രത്യേകമായ പേരിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജനമനസ്സിൽ അതാണ്. ഞാൻ പറഞ്ഞു, ചരിത്രം തിരുത്തുവാനുള്ള ശ്രമം.
ചരിത്രം തിരുത്തി ഇതിനകത്ത് വേറെ ആർക്കും പങ്കില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കത്തില്ല. എല്ലാവർക്കും പങ്കുണ്ട്, ഈ സർക്കാരിനും പങ്കുണ്ട്. കാരണം ഇത് ഒരു ഐഡിയോളജിക്കൽ സ്റ്റാൻഡിൽ നിന്ന് അതിനെ തടയാതെ പൂർത്തീകരിച്ചതിനുള്ള അഭിനന്ദനവും നന്ദിയും കേരളത്തിന് വേണ്ടി ഞാൻ ഗവൺമെന്റിനോട്